ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാന ഡിസൈൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2-3 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഷർട്ട് കട്ടിങ് വീഡിയോ ആയിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 മീറ്റർ തുണിയാണ് എടുത്തത്. അതിനെ നമുക്ക് 2ആയി മടക്കാം. ഓപ്പൺ വരുന്ന ഭാഗം ഒന്നിച്ച് വരുന്ന രീതിയിൽ ചേർത്തിടണം. ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ബട്ടൺ ഹോൾ വെക്കാനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുമാണ്. ഇനി ഇത് മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. 1.5 ഇഞ്ച് പോയിന്റിൽ നിന്നും 5 ഇഞ്ച് ഷോൾഡറും തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി അടയാളപ്പെടുത്താം. അവിടുന്ന് 5 ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ചെസ്റ്റ് വിഡ്ത്ത് 7 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 8.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളിൻ്റെ ഭാഗത്ത് വെച്ച് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ കോണായിട്ട് വരുന്ന ഭാഗത്തു നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കാം. സെൻറ്റർ പോയിന്റിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് യോജിപ്പിക്കാം. ഇനി ഇറക്കം 18 ഇഞ്ചും തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി 20 ഇഞ്ചാണ് എടുക്കേണ്ടത്. അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് അവിടുന്ന് താഴോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്ത് വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ടിൻ്റെ അളവൊന്ന് എടുക്കാം. ബാക്ക് നെക്കിൻ്റെ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1/4 ഇഞ്ചുമാണ് എടുക്കേണ്ടത്. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് തുണി 2ആയി മടക്കിയെടുക്കാം. സ്ലീവിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി എടുത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ആം ഹോൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും 2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തതിൻ്റെ വണ്ണം 5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ആ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ചേർത്ത് വരക്കാം. 2 ഇഞ്ച് താഴ്ത്തി വെച്ച പോയിന്റിലേക്ക് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഷർട്ട് കട്ടിംഗ് പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സാന ഡിസൈൻ. ലൈക്ക്, ഷെയർ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.